ഹലോ ഫ്രണ്ട്സ്, എംബ്രോയ്ഡറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ത്രെഡ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഈ വലിയ നീഡിലാണ് എടുത്തിട്ടുള്ളത്. വലിയ നീഡിലും 6 നൂലും, അതായത് ഒരു ഫുൾ നൂല്. ഇതിൽ നിന്ന് ഇളക്കി എടുത്തിട്ടില്ല, ഫുൾ നൂലും എടുത്തിട്ടുണ്ട്. കെട്ടിടുന്നത് അറിയാമല്ലോ, ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കെട്ടിടണം. ഓക്കെ, ആദ്യം ഇങ്ങനെ കുത്തി മുകളിലേക്ക് എടുത്തിട്ട് അവിടെ തന്നെ കുത്തി ഒരു 2-3 ചുറ്റ് ഇങ്ങനെ ചുറ്റിയിട്ട് അവിടെ തന്നെ ഇങ്ങനെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഒരു റൗണ്ടായി മുത്തുപോലെ. അടുത്ത് അവിടുന്ന് ഒരു സൈഡിൽ കുത്തി മേളിലേക്ക് എടുത്തിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മൾ പഠിച്ചപ്പോഴും പഠിച്ചു ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒന്ന് കുത്തി വെച്ചിട്ട് കുറച്ച് ഒരു അങ്ങനെ 5-6 ചുറ്റിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. ഉണ്ടോ? ഇങ്ങനെ വലിച്ചെടുക്കണം. ഇതുപോലെ ഇടത് കൈ എടുത്ത് ഈ അടിയിലത്തെ നൂല് പോകുന്നത് വരെ കുറച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ അപ്പോഴേക്ക് ഈ അടിയിലത്തെ നൂലങ്ങ് പോകും. എന്നിട്ട് അവിടെ തന്നെ കുത്തിയിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡ് വലിച്ചെടുക്കണം. കണ്ടോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നിന്ന് കുത്തി ആ നടുക്ക് ചെയ്ത ആ ഒരു ഇതിനെ നമ്മൾ കവർ ചെയ്തെടുക്കുന്നതാണ്. കുറച്ച് ചുറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ സൈഡിലും ഇത്രയേ ഉള്ളൂ. ഇതിന് മിനി ബുള്ളിയൻ എന്ന് പറയും. കണ്ടോ? ഇത്രയും. ഇതും ഒരു വർക്കാണ്. കണ്ടോ? ഇത് തന്നെ ഒരു വർക്കാണ്. ഇതിങ്ങനെ തന്നെ നമ്മളെ സാരിയിലോ ടോപ്പിലോ ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കുത്തി ഇതിൻ്റെ ഒരു സൈഡിലോട്ട് എടുക്കുകയാണേ. ഇതിൻ്റെ ഒരു സൈഡിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. വലിച്ചെടുത്തിട്ട് കുറച്ച് നമുക്കൊരു 5 ഇതളെങ്കിലും നമുക്ക് കൊടുക്കണം, എന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ടോ? ഒരു കൈ വെച്ച് അങ്ങനെ എടുത്തിട്ട് ഇടത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇടത് കൈ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് അടുത്ത ഇതൾ ചെയ്യാണ്. നമ്മൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തുനിന്ന് വലിച്ചെടുക്കുകയാണേ. വീണ്ടും അടുത്ത ഇതൾ ഒരു 5 ഇതൾ ഇതുപോലെ ഇതിന് ചുറ്റും ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇതിന് ഈക്വലായിട്ട് എല്ലാ ഇതളും ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണിയാണ് ചുറ്റുന്നത്. അത് നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, നമ്മൾ എണ്ണി ചുറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് എണ്ണണമെന്നൊന്നുമില്ല, എണ്ണി തിട്ടപ്പെടുത്തി ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരു ഉദ്ദേശം ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴേ എണ്ണി എടുത്ത് ചെയ്ത് ശീലിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ എണ്ണിയൊന്നും എടുക്കണ്ട, ഒരു ഉദ്ദേശം നമുക്കറിയാമല്ലോ. ഒരു ഉദ്ദേശം ആ ഭാഗം ഒന്ന് കവർ ചെയ്യണ രീതിക്ക് കുറച്ചിങ്ങനെ ചുറ്റിയെടുത്തിട്ട് വീണ്ടും
അവിടെ നിന്ന് കുത്തി അതിൻ്റെ മുക്കാൽ ഭാഗത്തിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. വീണ്ടും അതിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മളിപ്പോൾ 4ാമത്തെ ഇതളാണ് ചെയ്യണത്. 3 ഇതൾ, 4 ഇതൾ, 5, 6 പല ഇതളും ചെയ്യാം. പക്ഷെ 5 ഇതൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല റൗണ്ടിന് കിട്ടും, നമുക്ക് അത്യാവശ്യം വലിപ്പത്തിൽ കിട്ടും. 3 ഇതളൊക്കെ 3, 4 ആണെങ്കിൽ തീരെ ചെറിയ ഫ്ലവറായി പോവും. 6, 7 ചെയ്യുമ്പോഴത്തേക്കും വലുതുമായി പോവും. എന്നാൽ 5 ഇതളൊക്കെ ചെയ്യുമ്പം നല്ല റൗണ്ടിന് കിട്ടും. അടുത്ത 5ാമത്തെ ഇതളാണ് നമ്മൾ ചെയ്യണത്. 5ാമത്തെ ഇതൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് അകത്തൂടെ കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കുമേ. ഇതിനകത്തൂടെ കുത്തി ഇതിൻ്റെ മൂട്ടിലോട്ട് വലിച്ചെടുത്തിട്ട് ചെയ്യുമ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഫുൾ കവർ ചെയ്ത് കിട്ടും. കണ്ടോ? അടുത്ത് ഇവിടെ നടുക്ക് തന്നെ അങ്ങ് കുത്തിയെടുത്താൽ മതി. കണ്ടോ? ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അടിഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം. കെട്ടിടാനും എല്ലാവർക്കും അറിയാം. 2 കെട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബുള്ളിയൻ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ബുള്ളിയൻ ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിന് സ്റ്റെമ്മും ലീഫും ഒക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലീഫ് സ്റ്റിച്ചും കൂടെ പഠിച്ച ശേഷം നമുക്ക് ഡിസൈൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഉണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല മനോഹരമായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ഈ ബുള്ളിയൻ റോസ്. പല സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ചെറിയ സൈസായിട്ടും ചെയ്തെടുക്കാം, എന്നാൽ ഇതിനേക്കാളും വലിപ്പത്തിലും ചെയ്തെടുക്കാം. ഇതൊരു ആവറേജ് സൈസാണ്. നമ്മൾ 5 ഇതൾ പുറത്ത് 5 ഇതൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സൈസിൽ കിട്ടും. നല്ല ഭംഗിയായിരിക്കും ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.